മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഫേസ്ബുക്കിലൂടെ വ്യാജ ലൈംഗിക ആരോപണം ഉന്നയിച്ച സംഭവത്തിൽ വൻ ഗൂഢാലോചനയെന്ന് സൂചന. തങ്ങളെ വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ വേണ്ടി മാത്രം നിർമ്മിച്ച വ്യാജ ഐഡിയിൽ നിന്നാണ് ആരോപണം ഉയർന്നത്. VPN സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തായ്വാനിൽ നിന്ന് ലോഗിൻ ചെയ്താണ് അക്കൗണ്ട് പ്രവർത്തിപ്പിച്ചതെന്ന് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. മറ്റൊരു രാജ്യത്തിന്റെ IP അഡ്രസ്സാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. VPN ഉപയോഗിച്ച് ഇന്ത്യയിൽ നിന്നും വേണമെങ്കിലും തായ്വാനിൽ നിന്നെന്ന പോലെ പോസ്റ്റ് ഇടാം. അതേസമയം സംഭവത്തിൽ പ്രതികരിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രിയ സഹപ്രവർത്തകരെ, പ്രത്യാക്രമണത്തെക്കാൾ വലിയ പ്രതിരോധമില്ല എന്ന് പോസ്റ്റിൽ തുടങ്ങിക്കൊണ്ടാണ് രാഹുൽ കുറിപ്പിട്ടത്. കൊത്തി കൊത്തി മുറത്തിൽ കൊത്തുക എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് അപരാധം പറഞ്ഞ് UDFന്റെയും കേരളത്തിന്റെയും തന്നെയും സമുന്നതനും സമാദരണീയനുമായ പാണക്കാട് തങ്ങൾക്ക് എതിരെയും മോർഫ് ചെയ്ത അപവാദ പ്രചരണവുമായി ഈ സൈബർ കീടങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. മനുഷ്യനെപ്പറ്റി അറപ്പുളവാക്കുന്ന അപവാദ പ്രചരണം നടത്താൻ ഇവർക്ക് കിട്ടുന്ന ലൈസൻസ് ശ്രീ വിജയനെ പോലെ ഒരുത്തനാണ് അവരുടെ ആഭ്യന്തരമന്ത്രി എന്നതാണ്. രാഷ്ട്രീയ എതിരാളികൾക്ക് എതിരെ ഹീനമാർഗങ്ങൾ ഉപയോഗിക്കുന്ന, വേണ്ടി വന്നാൽ കൊന്നിട്ട് കുലം കുത്തി എന്ന് വിളിക്കാൻ മനസ്സുള്ള ഒരുത്തൻ സംരക്ഷിക്കാൻ ഉണ്ട് എന്ന ധൈര്യമാണ് ഈ ക്രിമിനൽ സംഘത്തെ വളർത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ പോരാളി കൃമികളുടെ നേതാവ് ആ മനസ്സുള്ള പോരാളി വിജയനാണ്. പാണക്കാട് തങ്ങൾക്ക് എതിരെയുള്ള അതിക്രമത്തിന്റെ തന്നെ നാൾവഴി നോക്കൂ. സൈബർ കൃമികൾ 2 ദിവസമായി 1000 പള്ളികളുടെ ഖാളിയുടെ 1000 പാട്ടുകൾ ഉടൻ വിപണിയിൽ എന്ന് സൈബർ സ്പേസിൽ പ്രചരണം നടത്തുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, UDFനെ മാത്രമല്ല, ഒരു മതത്തെ കൂടി അധിക്ഷേപിക്കുക എന്ന CPMന്റെ സമകാലിക നയത്തിന്റെ ഭാഗമായിട്ടാണ് ഖാളി എന്ന വാക്ക് ഉൾക്കൊള്ളിച്ചത്. ഷാനു എന്ന ഒരു ഫേക്ക് ID പുതിയതായി സൃഷ്ടിച്ചു. ഡീപ് ഫേക്കിലൂടെ സൃഷ്ടിച്ച തങ്ങളുടെ ഒരു മോർഫ് ചിത്രം വെച്ച് ഹീനപ്രചരണം നടത്തുന്നു. പാണക്കാട്ടേക്ക് സഹായവും ചോദിച്ചെത്തുന്ന ഒരു മനുഷ്യൻ പോലും നിരാശയോടെ മടങ്ങേണ്ടി വന്നിട്ടില്ല. ഇത് ശിഹാബ് തങ്ങളിലൂടെയും ഹൈദരലി തങ്ങളിലൂടെയും തെളിയിക്കപ്പെടുകയും അത് സാദിഖ് അലി തങ്ങളിലൂടെയും മുനവർ അലി തങ്ങളിലൂടെയും തുടർന്ന് പോവുകയും ചെയ്യുന്ന പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തെ തന്നെ ഭയന്നാണ് സഹായം ചോദിച്ചെത്തിയ ഒരു യുവതിയോട് തങ്ങൾ അശ്ലീല സന്ദേശം അയച്ചു എന്ന് പറഞ്ഞ് ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ആ ഫേക്ക് അക്കൗണ്ട് ആകെ ഫോളോ ചെയ്തത് ശ്രീ KT ജലീലിനെ വാഴ്ത്താനായി ഇറങ്ങിയേക്കുന്ന ഒരു സൈബർ കൃമി. അതിന്റെ അപകടം മണത്താണ് ലീഗിനെയും പാണക്കാട് കുടുംബത്തെയും അടച്ചാക്ഷേപിക്കുന്ന ജലീൽ പെട്ടെന്ന് സാദിഖ് അലി തങ്ങൾക്ക് അനുകൂലമായി പോസ്റ്റ് ഇട്ടത്. അതും അന്വേഷിക്കണം. പോസ്റ്റ് വന്ന മിനിറ്റുകൾ വെച്ച് CPM ഫേക്ക് പേജുകൾ തങ്ങൾക്കെതിരെ ആക്ഷേപം അഴിച്ചുവിടുന്നു. ജനം TV അത് വാർത്തയാക്കുന്നു. UDF വളരെ വേഗം തന്നെ നിയമ നടപടികളിലേക്ക് കടക്കുന്നു. ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത് അറിയിക്കുന്നു. ആ ഫേക്ക് ID മുക്കുന്നു. ഈ വിഷയത്തിൽ ശ്രീ വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ കൃത്യമായ അന്വേഷണം നടക്കില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ 1.5 മാസം കഴിഞ്ഞ് ജനങ്ങളുടെ സർക്കാർ വരുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സകല ക്രമികളെയും കണ്ടെത്തുകയും അവരെ കൈകാര്യം ചെയ്യുകയും ചെയ്യണം. സൈബർ ക്രമികളോട് പറയുന്നു, ഇതൊരു നല്ല ടൂളല്ല. വ്യക്തിജീവിതം ഓഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഇറങ്ങിയാൽ ഫേക്കൊന്നും വേണ്ടി വരുന്നില്ല. 2 യുവ മന്ത്രിമാരുടെയും ബ്രാക്കറ്റിൽ യുവാക്കൾ എന്ന് അവകാശപ്പെടുന്നവർ ഒരാൾക്ക് മുതിർന്ന മകൻ തന്നെയുണ്ട്. MLA ആയ മുൻ മന്ത്രിയുടെയും ക്രിമികളുടെ 1 ഡസൻ നേതാക്കളുടെയും ഒക്കെ ഇതുവരെ പുറത്തു വരാത്ത യഥാർത്ഥ കഥകൾ നാട്ടുകാർ അറിയും. കാളയുമായി വന്നവന്റെ തെളിവുകൾ പുറത്തുവിട്ടാൽ അവനും ജനം TVയിൽ താങ്ങൂല. രാഷ്ട്രീയം തന്നെ പറഞ്ഞു ജയിക്കുന്നതാണ് ഞങ്ങളുടെ ശൈലി എന്നുള്ളത് ഈ ഒരു രീതി കൊണ്ടും സദാചാര പോലീസിംഗ് ശീലമില്ലാത്തതുകൊണ്ടും വിട്ടുകളയുന്നതാണ്. നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞങ്ങൾ താങ്ങും. താങ്ങാൻ നിങ്ങളെക്കൊണ്ട് ആകൂല. ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്.